Hello everyone. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാനോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അല്ലേ. അതിനകത്ത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഹൈഡ്രജൻ സ്പെക്ട്രയാണ്. ഓക്കെ, അതിനകത്ത് ഡിഫറെൻറ്റ് സീരീസും കാര്യങ്ങളും പറഞ്ഞു നിർത്തി. ഇനി അത്തരത്തിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട നാനോമെട്രിക് വേൾഡിനകത്തുള്ള ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൊരു സംഭവമാണ് എക്സൈറ്റോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, in nanophysics, the formation of excitons can also be described by the mathematics of Bohr model. നമ്മൾ ബോർ മോഡൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹൈഡ്രജൻ ആറ്റം ഡിസ്കസ് ചെയ്തു അല്ലേ. ഇതേ ബോർ മോഡൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സൈറ്റോൺസിൻ്റെ ഒരു ഫിസിക്സും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂഷൻ മനസ്സിലായല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോർ മോഡൽ പറഞ്ഞിരുന്നു അല്ലേ. ബോർ മോഡൽ പറഞ്ഞിരുന്നു, അത് വെച്ചിട്ട് നമ്മൾ ഹൈഡ്രജൻ ആറ്റം എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. ഹൈഡ്രജൻ ആറ്റം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്ര ഒബ്റ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടായി അല്ലേ. ഇതേ ബോർ മോഡലിനകത്തെ മാത്തമാറ്റിക്സ് വെച്ചിട്ട് നമുക്ക് എക്സൈറ്റോൺസ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി എന്താണ് എക്സൈറ്റോൺ? ആൻ എക്സൈറ്റോൺ ഈസ് എ ബൗണ്ട് സ്റ്റേറ്റ് ഓഫ് എ കൂളം കോറിലേറ്റഡ് ഇലക്ട്രോൺ ഹോൾ പെയർ. ഓക്കെ, ഒരു ഇലക്ട്രോണും ഒരു ഹോളും അല്ലേ. ഹോൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ വാക്കൻസിയാണ്. തൽക്കാലം നമുക്ക് E+ എന്ന് പറയാം. ഓക്കെ, ഹോൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഇല്ലായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോൾ എന്ന് പറയുന്നത്. നമ്മൾ സെമി കണ്ടക്ടേഴ്സിനകത്ത് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ നമുക്ക് തൽക്കാലം അതിനെ E+ എന്ന് എടുക്കാം. ഓക്കെ, അതിൻ്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് കാണിക്കാൻ. ഒരു ഇലക്ട്രോണിൻ്റെയും പിന്നെ ഹോളിൻ്റെയും എന്താണ് കൂളം റിലേറ്റഡ് പിന്നെ ബൗണ്ട് സ്റ്റേറ്റിനെയാണ് നമ്മൾ എക്സൈറ്റോൺ എന്ന് പറയുക. എവിടെ? ഇൻ ആൻ ഇൻസുലേറ്റർ ഓർ സെമി കണ്ടക്ടർ അല്ലേ, ജനറേറ്റഡ് ബൈ ഇറേഡിയേഷൻ. അപ്പോൾ ഇറേഡിയേഷൻ വഴി ഒരു ഇൻസുലേറ്ററിലോ ഒരു സെമി കണ്ടക്ടറിലോ ഒരു ഇലക്ട്രോൺ ഹോൾ പെയറിൻ്റെ ബൗണ്ട് സ്റ്റേറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സൈറ്റോൺ എന്ന് പറയാം അല്ലേ. ഇതൊരു ബൗണ്ട് സ്റ്റേറ്റ് ആണെന്ന് കരുതുക അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു ആറ്റം സിസ്റ്റം എന്ന് പറയാം. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അകത്ത് എന്തായിരുന്നു, ഒരു പ്രോട്ടോൺ ഉണ്ട് അല്ലേ, പുറത്ത് ന്യൂക്ലിയസ് ആയിട്ടൊരു പ്രോട്ടോൺ ഉണ്ട്, പുറത്ത് എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. ഇതൊരു ബൗണ്ട് സ്റ്റേറ്റ് ആണ് അല്ലേ, ഒരു പ്രോട്ടോൺ ഇലക്ട്രോൺ ബൗണ്ട് സ്റ്റേറ്റ് ആണ്. അത്തരത്തിൽ ഒരു ഇലക്ട്രോൺ ഹോൾ ബൗണ്ട് സ്റ്റേറ്റ് ഒരു പെയർ അല്ലേ, അത് കൂടിക്കാണ്ട് എന്ത് ചെയ്യുക, ഒരു ബൗണ്ട് സ്റ്റേറ്റ് ഉണ്ടാകുന്നതിനെ നമ്മൾ എക്സൈറ്റോൺ എന്ന് പറയുന്നത് ഇൻസൈഡ് ആൻ ഇൻസുലേറ്റർ ഓർ സെമി കണ്ടക്ടർ അല്ലേ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബൈ ഇറേഡിയേഷൻ. ദ ഇലക്ട്രോൺ ആൻഡ് ഹോൾ ഇൻ ദിസ് ഇലക്ട്രോൺ ഹോൾ ഇൻ ദ പെയർ മൊമെൻ്ററിലി ഓർബിറ്റ് അറൗണ്ട് ഈച്ച് അതർ. ഇവരെന്ത് ചെയ്യുന്നു, ദേ ഓർബിറ്റ് അറൗണ്ട് ഈച്ച് അതർ അല്ലേ ആൻഡ് എമിറ്റ് എ ഫോട്ടോൺ. സാധാരണ ഹൈഡ്രജൻ ആറ്റത്തിലൊക്കെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് നമ്മളിങ്ങനെ പറഞ്ഞ് പിന്നെ ഇവിടെ പ്രോട്ടോൺ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. പക്ഷേ ഇലക്ട്രോൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോട്ടോണിനും ചെറിയ മോഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ന്യൂക്ലിയർ മോഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. എന്തായിരുന്നാലും ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയറിൽ ഇവിടെ പ്രോട്ടോൺ ഏകദേശം സ്ഥിരമാണ് അല്ലേ, ഇലക്ട്രോൺ അതിനെ ചുറ്റും റിവോൾവ് ചെയ്യുന്നത് മാത്രം. പക്ഷേ ഇവിടെ ഇനി ഈ പറയുന്ന എക്സൈറ്റോൺസിൻ്റെ കേസിൽ എന്താണ്, ദ ഇലക്ട്രോൺ ആൻഡ് ഹോൾ പെയറിനകത്ത് ദേ ഓർബിറ്റ് അറൗണ്ട് ഈച്ച് അതർ, പരസ്പരം എന്ത് ചെയ്യുന്നു, ഓർബിറ്റ് ചെയ്യുന്നു. ആൻഡ് ഇൻ ദാറ്റ് പ്രോസസ് ദേ മേ എമിറ്റ് എ ഫോട്ടോൺ വിച്ച് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ദി റെലവൻറ്റ് ബോർ മോഡൽ അല്ലേ. അത്തരത്തിൽ നമുക്ക് ബോർ മോഡൽ വെച്ചിട്ട് അത്തരം ഒരു ബൗണ്ട് സ്റ്റേറ്റ് നമുക്ക് ബോർ മോഡൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ സൈസ് എഫക്ട്സ് ഓൺ ലൈറ്റ് എമിഷൻ ഓഫ് ദി ക്വാണ്ടം ഡോട്ട്സ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ഓൺ ദി ബേസിസ് ഓഫ് ബോർ മോഡൽ. ബോർ മോഡൽ വെച്ചിട്ട് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ഹൈഡ്രജൻ ആറ്റം, അതുപോലെ രണ്ടാമത് പറഞ്ഞത് എക്സൈറ്റോൺ. ഇനി ഒന്ന് സൈസ് എഫക്ട്സ് ആണ്. അതെന്താ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും കേട്ടോ. സൈസ് എഫക്ട്സ് ഓൺ ദി ലൈറ്റ് എമിഷൻ ഓഫ് ക്വാണ്ടം ഡോട്ട്സ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഓൺ ദി ബേസ് ഓഫ് ബോർ മോഡൽ. ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതിൻ്റെ മാത്തമാറ്റിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോർ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ക്വാണ്ടം ഡോട്ട് എന്താണ്? ഇറ്റ് ഈസ് എ ക്വാണ്ടൈസ്ഡ് ഇലക്ട്രോണിക് സ്ട്രക്ചർ in which electrons are confined with respect to motion in all 3 dimensions അല്ലേ. അതായത് ഇലക്ട്രോൺസിനെ കൺഫൈൻ ചെയ്യാണ്, അതിൻ്റെ എല്ലാ ഡയമെൻഷനുള്ള മോഷനെ കൺഫൈൻ ചെയ്യുന്നതിന് നമ്മൾ ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അതായത് ഒരു ഇലക്ട്രോൺ എന്ന് എഴുതുക, അത് സാധാരണ ഇലക്ട്രോൺ ഫ്രീ ആണെച്ചാൽ ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ് ഇൻ ആൾ 3 ഡയറക്ഷൻസ് അല്ലേ. 3 ഡയറക്ഷനിലും എക്സിലും വൈയിലും സെഡിലും മൂവ് ചെയ്യാൻ അത് ഫ്രീ ആണ്, സ്വതന്ത്രമാണ് അല്ലേ. പക്ഷേ നമ്മൾ അതിനെ കൺഫൈൻ ചെയ്യാം അല്ലേ. അങ്ങനെ കൺഫൈൻ ചെയ്ത് അതിൻ്റെ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്താൽ അത്തരം പാർട്ടിക്കിൾ നമ്മൾ പറയുന്നവരാണ് ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നത്. 3 ഡയമെൻഷനും ആൾ 3 ഡയമെൻഷൻസിൽ എന്ത് ചെയ്യുക, അതിൻ്റെ മോഷനെ നമ്മൾ കൺഫൈൻ ചെയ്യുക. അത്തരം ഒരു പാർട്ടിക്കിൾ നമ്മൾ ക്വാണ്ടം ഡോട്ട് എന്ന് പറയും. ബൈ ചേഞ്ചിങ് ദ സൈസ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ് വൺ ക്യാൻ ജനറേറ്റ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ് ത്രൂ ദം അണ്ടർ ഇറേഡിയേഷൻ. ഓക്കെ, നമ്മൾ ക്വാണ്ടം ഡോട്ട്സിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ലൈറ്റ് റേഡിയേഷൻസ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അതിൻ്റെ വേവ് ലെങ്ത് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും.
അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോർ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സൈറ്റോൺസ് പറഞ്ഞു, അതുപോലെ ക്വാണ്ടം ഡോട്ട്സും പറഞ്ഞു. എന്താണെന്നുള്ളത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ബോർ മോഡൽ പറഞ്ഞു, അതിനുശേഷം വന്ന് ശരിക്കും നമ്മൾ ആദ്യം പറയേണ്ടതായിരുന്നു. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഇത് ആദ്യം പറഞ്ഞ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ആൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. വേവ് നാച്ചർ ഓഫ് ലൈറ്റിൻ്റെ വേവ് നാച്ചർ എസ്റ്റാബ്ലിഷ് ആരാണ്, യങ് ആണ് അല്ലേ. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹമാണ് എന്ത് ചെയ്തത്, ലൈറ്റിൻ്റെ വേവ് നാച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലേ. അദ്ദേഹം ലൈറ്റ് ഇൻ്റർഫറൻസ് നടത്തുന്നുവെന്നും അതുപോലെ അതിനകത്ത് ഇൻ്റർഫറൻസ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനുള്ള കണ്ടീഷൻ എൻ ലാംഡ ഈക്വൽ ടു ഡി സൈൻ തീറ്റ ആണെന്നും അദ്ദേഹം പറഞ്ഞു. ലാംഡ ഇസ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ആൻഡ് തീറ്റ ഇസ് ദ ആംഗുലാർ പൊസിഷൻ ഓഫ് ദി അപ്പിയറൻസ് ഓഫ് മാക്സിമ. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. യങ്സ് ഡബിൾ സ്ലിറ്റിൻ്റെ കണ്ടീഷനാണ് ഇത് പറയുന്നത് കേട്ടോ, കണ്ടീഷൻ ഫോർ മാക്സിമ അല്ലേ. ഇവിടെ ലൈറ്റിൻ്റെ വേവ് നാച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത ആരാണ്, യങ്സ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരികയും ചെയ്തു. ഓക്കെ, അപ്പം ദ പാത്ത് ഡിഫറൻസ് ഓഫ് ദ ലൈറ്റ് ഫ്രം ടു സ്ലിറ്റ് ഷാൾ ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലൈറ്റ് വേവ് ലെങ്ത് ഫോർ പ്രൊഡ്യൂസിങ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് പാറ്റേൺസ് എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ. അത് നിങ്ങൾ ഒപ്റ്റിക്സിനകത്ത് വിശദമായിട്ട് പഠിച്ചതാണ്. ഇനി ഇവിടെ ജസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് ലൈറ്റിൻ്റെ വേവ് നാച്ചർ കണ്ടെത്തിയത് യങ്ങാണെന്ന് മാത്രം. ഓക്കെ, ഇനി അതിനുശേഷം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സ് പ്ലാങ്ക് എന്ത് ചെയ്തു, ലൈറ്റിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ദ വൈബ്രേറ്റിംഗ് ആറ്റംസ് എമിറ്റ് ലൈറ്റ് ഇൻ ഡിസ്ക്രീറ്റ് എമൗണ്ട്സ് എന്ന് പറഞ്ഞു അല്ലേ. അദ്ദേഹം പറഞ്ഞത് ലൈറ്റിനകത്ത് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് അല്ലേ. അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈക്വൽ ടു NH ആണ്, N ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഇതിനെ പ്ലാങ്ക്സ് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയും. H ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് അല്ലേ. അപ്പം ലൈറ്റിനൊരു വേവ് നാച്ചർ ഉണ്ടെന്ന് ആര് പറഞ്ഞു, യങ് അതിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് വഴി പറഞ്ഞു. ഓക്കെ, ശേഷം ലൈറ്റിന് പാർട്ടിക്കിൾ നാച്ചർ ഉണ്ടെന്ന് പ്രപ്പോസ് ചെയ്ത് പ്ലാങ്ക് ആണ്. ലൈറ്റിനകത്ത് എന്തുണ്ട്, ഇതുപോലെ പാർട്ടിക്കിൾസ് ഉണ്ട്, അതിൻ്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്, അതിന് നമ്മൾ ഈക്വൽ ടു NH എന്ന് പറഞ്ഞ പ്ലാങ്ക്സ് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ശേഷം ആ എനർജി പാക്കറ്റ്സ് നമ്മൾ ഫോട്ടോൺസ് എന്ന് വിളിച്ചു അല്ലേ. ശേഷം എന്ത് ചെയ്തു, 1905 ഐൻസ്റ്റൈൻ എന്ത് ചെയ്തു, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഓർമ്മ ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് ചെറുതായിട്ട് പഠിക്കാനുണ്ട് അല്ലേ. ഒരു മെറ്റാലിക് സർഫസ് ഉണ്ടെന്ന് കരുതുക അല്ലേ, ഒരു മെറ്റൽ സർഫസ് ഉണ്ടെന്ന് കരുതുക. അതിലേക്ക് വെൻ ലൈറ്റ് ഓഫ് അഡിക്കേറ്റ് വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി ഫാൾസ് ഓൺ മെറ്റാലിക് സർഫസസ് ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് അല്ലേ. ഇതിനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയാം അല്ലേ. ഈ ഒരു ഫിനോമിനൻ എന്ത് ചെയ്തു, ഐൻസ്റ്റൈൻ പ്ലാങ്കിൻ്റെ ഈ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. അദ്ദേഹം പറഞ്ഞത് ലൈറ്റിനകത്തുള്ള ഫോട്ടോൺസിൻ്റെ എനർജി H ആണെന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ മെറ്റലിനകത്ത് ബൗണ്ട് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഇലക്ട്രോണിൻ്റെ ഒരു എനർജി ഉണ്ട് അല്ലേ, ഒരു ബൈൻഡിങ് എനർജി ഉണ്ട്. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടുന്ന എനർജി വർക്ക് ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞു W0 അല്ലേ. അത് W0 ആണെങ്കിൽ ഈ പറഞ്ഞ ലൈറ്റ് H എനർജി ഉള്ള ലൈറ്റ് വന്നിട്ട് W0 എനർജി കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ ഫ്രീ ആക്കുന്നു. ശേഷം അതിന് K കൈനറ്റിക് എനർജി കൊടുക്കുന്നു. അതുവഴി അദ്ദേഹം ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഉണ്ടാക്കി അല്ലേ. വരുന്ന ഫോട്ടോൻ്റെ എനർജി എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, ടു എമിറ്റ് ദ ഇലക്ട്രോൺ W0 അല്ലേ, വർക്ക് ഫംഗ്ഷൻ പ്ലസ് റെസ്റ്റ് എനർജി ഈസ് ഗിവൺ ആസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ. ഇതിനെ നമ്മൾ എന്ത് പറഞ്ഞു, ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു, ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു. അതിന് 1921 അദ്ദേഹത്തിന് എന്ത് ചെയ്തു, നൊബേൽ പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഇതിനകത്തുനിന്ന് W0 എന്ന് പറയുന്നത് എന്താണ്, H0 ആണ്. വേർ 𝜇0 ഇസ് ദ ത്രഷോൾഡ് ഫ്രീക്വൻസി അല്ലേ, ത്രഷോൾഡ് ഫ്രീക്വൻസി അല്ലേ. എന്താണ് ത്രഷോൾഡ് ഫ്രീക്വൻസി പറഞ്ഞാൽ, ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ബൈ ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ടു എമിറ്റ് ദ ഫോട്ടോ ഇലക്ട്രോൺ അല്ലേ. അതാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇനി വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം എനർജി റിക്വയർഡ് ബൈ ദ ഇൻസിഡൻറ്റ് വേവ് ടു പ്രൊഡ്യൂസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലേ. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലേ. ഇനി അതിനകത്ത് പറയാനുള്ളത്, അദ്ദേഹം പറഞ്ഞത് ലൈറ്റിനപ്പം ഡ്യുവൽ നാച്ചർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. വേവ് നാച്ചർ ഉണ്ടെന്ന് ആൾറെഡി പറഞ്ഞു, ആര്, യങ് പറഞ്ഞു. അതിനുശേഷം എന്ത് പറഞ്ഞു, ഡി ബ്രോഗ്ലിയും അതുപോലെ ഐൻസ്റ്റൈനും ഒക്കെ ഈ പാർട്ടിക്കിൾ നാച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ലൈറ്റിന് എന്തുണ്ട്, ഡ്യുവൽ നാച്ചർ ഉണ്ട് അല്ലേ. ഇനി അത് വെച്ചിട്ട് കോംപ്റ്റൺ എഫക്റ്റ് അതുപോലെ പെയർ പ്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ നമുക്കറിയാം അല്ലേ. ഇനി നമ്മൾ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസിലേക്ക് വരികയാണ് അല്ലേ. ഡി ബ്രോഗ്ലി എന്ത് ചെയ്തു, ഇത്രയും കണ്ടുപിടിച്ചൽ നടന്നതിന് ശേഷം ഡി ബ്രോഗ്ലി പറഞ്ഞു എന്ത്,
ലൈറ്റിന് അങ്ങനെ ഡ്യുവൽ നാച്ചർ ഉണ്ടെങ്കിൽ പാർട്ടിക്കിളിനും മാറ്ററിനും എന്തുണ്ട് ഡ്യുവൽ നാച്ചർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. മാറ്റർ ആൾസോ ഹാസ് ഡ്യുവൽ നാച്ചർ. മാറ്റർ ഓൾറെഡി ഹാസ് എ പാർട്ടിക്കിൾ നാച്ചർ ആൻഡ് ഹി ടോൾഡ് ദാറ്റ് മാറ്റർ ഹാസ് എ വേവ് നാച്ചർ ആൻഡ് അസോസിയേറ്റഡ് വിത്ത് എവറി പാർട്ടിക്കിൾ ദർ ഈസ് എ വേവ് കാൾഡ് ഡി ബ്രോഗ്ലി വേവ് ഓർ മാറ്റർ വേവ് അല്ലേ. ആൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ദാറ്റ് മാറ്റർ വേവ് ഇസ് ഗിവൺ ബൈ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ. ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ഡി ബ്രോഗ്ലി വേവ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മാറ്റർ വേവ് ഉണ്ട് അല്ലേ. അതിൻ്റെ വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി അത് റിലേറ്റിവിസ്റ്റിക് സ്പീഡിലാണെന്ന് വെച്ചാൽ പിന്നെ എച്ച് ബൈ എം സീറോ പിന്നെ എച്ച് ബൈ പി ഈക്വൽ ടു എം വി ആണ് അല്ലേ. സാധാരണ നമ്മൾ ഈക്വൽ ടു എച്ച് ബൈ എം വി എന്ന് ഉപയോഗിക്കും. ഇനി റിലേറ്റീവ് ആണെന്ന് വെച്ചാൽ എമ്മിന് പകരം എം സീറോ ഗാമ ഉപയോഗിക്കും അല്ലേ. വേറെ ഗാമ ഇസ് എ റിലേറ്റിവിസ്റ്റിക് കറക്ഷൻ ഫാക്ടർ. ഇങ്ങനെ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കാണാനുള്ള ഇക്വേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഇത്രയും മാത്രം. ഓക്കെ, ഇനി അതാണ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം മെറ്റീരിയൽ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേവ് ഉണ്ടെന്ന് അദ്ദേഹവും പറഞ്ഞു. ഓക്കെ, ആ ഒരു കണ്ടെത്തലിന് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസൊക്കെ കിട്ടുകയും ശേഷം ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെൻറ്റിലൂടെ അത് അദ്ദേഹം കൺഫേം ചെയ്യുകയും ചെയ്തു അല്ലേ. ഡേവിസൺ ആൻഡ് ജെർമർ എന്ന് പറഞ്ഞ രണ്ട് പേര് എന്ത് ചെയ്തു, ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. പിന്നെ അതിലൂടെ അവരെന്ത് ചെയ്തു, പാർട്ടിക്കിൾസിൻ്റെ വേവ് നാച്ചർ കൺഫേം ചെയ്തു. ഓക്കെ, അതുപോലെ എക്സ്റേ ഡിഫ്രാക്ഷൻ അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം ഡേവിസൺ ജെർമൻ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റൽ സെറ്റപ്പൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് ക്വാണ്ടം മെക്കാനിക്സിനകത്ത് പഠിച്ചതാണ്. ഈ ഒരു 54 വോൾട്ടും അതുപോലെ 50 ഡിഗ്രി ആംഗിളിനകത്ത് ഒരു പീക്ക് ഉണ്ടായതും അതിൻ്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് നമുക്ക് 1.67 ആംസ്ട്രോങ് പിന്നെ കിട്ടിയതുമൊക്കെ നമ്മൾ പിന്നെ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് വിശദമായിട്ട് പഠിച്ചതാണ്. ജസ്റ്റ് ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻ്റാണ് അത് കൺഫേം ചെയ്തെന്നുള്ള കാര്യം മാത്രം ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അതായത് ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റ് വഴി പിന്നെ അവിടെ കിട്ടിയത് എന്തായിരുന്നു, 1.65 ആംസ്ട്രോങ് ആയിരുന്നു. അത് പിന്നെ എക്സ്പെരിമെൻ്റലി കണ്ടെത്തിയത്. ഓക്കെ, അത് ഇലക്ട്രോൺസിന് വെച്ചിട്ടുള്ള ഡിഫ്രാക്ഷൻ വഴി അദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, ഇനി അതേ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പിന്നെ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് പ്രകാരം തിയററ്റിക്കലി കണ്ടെത്തിയാലും ഇതേ ഒരു വേവ് ലെങ്ത് ആണ് കിട്ടുന്നത്, 1.67 ആംസ്ട്രോങ് ആണ് കിട്ടുന്നത്. വിച്ച് മീൻസ് പിന്നെ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് ശരിയാണെന്നർത്ഥം. ഓക്കെ, ശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങളായിരുന്നു ഗ്രൂപ്പ് വെലോസിറ്റി ആൻഡ് ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞത് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെറ്റീരിയൽ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ടെന്ന് അല്ലേ. യഥാർത്ഥത്തിൽ എന്താണ്, ഒരു വേവ് ഗ്രൂപ്പാണുള്ളത് അല്ലേ. ഒരു വേവ് ഗ്രൂപ്പാണുള്ളത്. അതിനെ നമ്മൾ ഈ രീതിയിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് ഒരുപാട് വേവ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇത്തരം ഒരു വേവ് ഗ്രൂപ്പ് ഉണ്ടായതെന്ന് പറഞ്ഞു അല്ലേ. അസോസിയേറ്റഡ് വിത്ത് എവറി പാർട്ടിക്കിൾ ദർ ഈസ് എ വേവ് ഗ്രൂപ്പ് കാൾഡ് ഗ്രൂപ്പ് വേവ് അല്ലേ. ആൻഡ് ദർ ആർ ഇൻഡിവിജ്വൽ വേവ്സ് അല്ലേ. അതിനകത്തുള്ള ഇൻഡിവിജ്വൽ വേവ്സ് നമ്മൾ ഫേസ് വേവ്സ് എന്ന് പറഞ്ഞു അല്ലേ. അത്തരം ഇൻഡിവിജ്വൽ വേവ്സ് പിന്നെ ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്, ഗ്രൂപ്പ് വേവ് ഉണ്ടാകുന്നത് അല്ലേ. ഇനി അതിനകത്ത് നമ്മൾ പിന്നെ പറഞ്ഞൊരു ടേമായിരുന്നു ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞത് അല്ലേ. ഫേസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ω/k ആയിരുന്നു അല്ലേ. ഇൻ ടേംസ് ഓഫ് എനർജി എന്ന് പറയുന്നത് E/p ആയിരുന്നു അല്ലേ. അപ്പം എങ്ങനെയാണ് നമ്മളതിനെ പറഞ്ഞിരുന്നത്, അസോസിയേറ്റഡ് വിത്ത് എവറി പാർട്ടിക്കിൾ ദർ ആർ എ ഗ്രൂപ്പ് ഓഫ് വേവ്സ് കാൾഡ് പിന്നെ ഗ്രൂപ്പ് വേവ്സ് അല്ലേ. അതിൻ്റെ വെലോസിറ്റിയെ നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു അല്ലേ. അതിന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്, Vg = dω/dk അല്ലെങ്കിൽ dE/dp എന്നും പറയാം. ഇൻ ടേംസ് ഓഫ് എനർജി ആൻഡ് മൊമെൻറ്റം നമ്മളതിനെ dE/dp എന്ന് പറഞ്ഞു അല്ലേ. ഇത് k ആണ്, dω/dk അല്ലേ. ഇനി പിന്നീട് നമ്മൾ പഠിച്ചത് പിന്നെ Vp = c²/v ആണ്. അതായത് പിന്നെ വേർ v is the velocity of the particle. അതുകൊണ്ട് ഫേസ് വെലോസിറ്റി ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, Vg = v ആണ്. അതായത് വെലോസിറ്റി ഗ്രൂപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ എന്നുള്ളൊരു പ്രൂഫും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിന്നെ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഇതുമായിട്ട് ഫർദറായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ നോട്ടൊന്നും എടുത്തിട്ട് ഈ ഗ്രൂപ്പ് വെലോസിറ്റി ഫേസ് വെലോസിറ്റി ഒക്കെ എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഒരു ഷോർട്ട് നോട്ടായിട്ട് അവിടെ എഴുതി വെച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് ഒരിക്കലും മിസ്സാവുകയില്ല. ഓക്കെ, പിന്നീട് നമ്മൾ ആ ഒരു പോർഷനകത്ത് പഠിച്ചത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആയിരുന്നു അല്ലേ. ഡിസ്ക്രിപ്ഷൻ ഓഫ് മാറ്റർ വേവ് അല്ലേ. നമ്മളവിടെ പറഞ്ഞത് മാറ്റർ വേവ്സ് ഉണ്ട് അല്ലേ. അതിനെന്തുണ്ട്, ഗ്രൂപ്പ് വെലോസിറ്റിയും ഫേസ് വെലോസിറ്റിയും ഒക്കെ ഉണ്ട് അല്ലേ. ഇനി അത്തരത്തിൽ ഒരു വേവിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കുറച്ച് പോരായ്മകളുണ്ട്. അതിനെ നമ്മൾ പറഞ്ഞിരുന്നത് പിന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ടായിരുന്നു അല്ലേ. ഇങ്ങനെ ഒരു വേവ് ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്, ഒരു പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. ഒരു വേവ് ഗ്രൂപ്പാണ് ഒരു പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിലൊരു വേവിൻ്റെ വിഡ്ത്ത് പരമാവധി കുറച്ച് കഴിഞ്ഞാൽ
ഈ ഒരു വേവിൻ്റെ വിഡ്ത്ത് പരമാവധി കുറച്ച് കഴിഞ്ഞ് കരുതാം. അപ്പോൾ ഇതിനകത്തൊരു പോർഷൻ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു പോർഷൻ എടുത്തു. ഓക്കെ, നമുക്ക് ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി എന്ത് ചെയ്യുന്നു, വിഡ്ത്ത് കുറക്കുന്നു. ഓക്കെ, പരമാവധി വിഡ്ത്ത് കുറഞ്ഞൊരു വേവ് എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ എക്സ് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് പൊസിഷൻ എന്ന് പറഞ്ഞ ഭാഗം വളരെ പ്രിസൈസായിട്ട് കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു പോർഷനെ നമ്മൾ എൻലാർജ് ചെയ്യുക വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നത് അല്ലേ. ഇത്രയും പോർഷന് ഈ ഡെൽറ്റ എക്സ് വിടുത്തുള്ള ഈ ഒരു പോർഷനെ നമ്മൾ എൻലാർജ് ചെയ്താൽ ഇത്തരം ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് ലാംഡ സ്പെസിഫൈ ചെയ്ത് കിട്ടില്ല അല്ലേ. അപ്പോൾ ഡെൽറ്റ എക്സ് എന്താണ്, വളരെ ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആൻഡ് പ്രിസൈസ് ആണ്. പക്ഷേ അതേസമയം നമ്മൾ വിഡ്ത്ത് കുറച്ചപ്പോൾ ലാംഡ പ്രിസൈസ് ആയില്ല. ഓക്കെ, ലാംഡ പ്രിസൈസ് ആയതുകൊണ്ട് പി ഈക്വൽ ടു എച്ച് ബൈ ലാംഡയാണ്, മൊമെൻറ്റം പ്രിസൈസ് ആയില്ല. ദാറ്റ് മീൻസ് ഡെൽറ്റ എക്സ് പ്രിസൈസ് ആയപ്പോൾ ഡെൽറ്റ പി പിന്നെ പ്രിസൈസ് ആയില്ല. പൊസിഷൻ മെഷർമെൻറ്റ് കൃത്യമായി കിട്ടിയപ്പോൾ മൊമെൻറ്റം മെഷർമെൻറ്റ് കൃത്യമായി കിട്ടിയില്ല അല്ലേ. ഇതിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ. ഡെൽറ്റ എക്സിന് ഡെൽറ്റ പി വിൽ ബി ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 എന്ന് പറഞ്ഞതാണ് എന്ത്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഇതാണ്. ഇനി വേറൊരു കേസിൽ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ മൊമെൻറ്റം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു വേവ് ഗ്രൂപ്പ് കുറച്ചുകൂടി വീതി കൂട്ടിയെടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് എന്തായി, പ്രിസൈസ് ആയിട്ടുള്ള വേവ് ലെങ്ത് കിട്ടി അല്ലേ. വേവ് ലെങ്ത് നമുക്ക് എന്തായി, പ്രിസൈസ് ആയിട്ട് കിട്ടി അല്ലേ. ഇവിടെ ലാംഡ വളരെ വെൽ ഡിഫൈൻഡ് ആണ്. പക്ഷേ അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ എക്സ് എന്ന് പറഞ്ഞ ഭാഗം എന്ത് ചെയ്തു, ഇങ്ങനെയായി അല്ലേ. എക്സിൻ്റെ വിഡ്ത്ത് കൂടി. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പിന്നെ ഈ കേസിൽ നമ്മൾ ഡെൽറ്റ എക്സ് ചെറുതാക്കി. അപ്പോൾ പൊസിഷൻ കൃത്യമായിട്ട് കിട്ടി, പാർട്ടിക്കിളിൻ്റെ സ്ഥലത്തുണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റി. പക്ഷേ അപ്പോൾ വേവ് ലെങ്ത് കൃത്യമായി കിട്ടിയില്ല, അതുകൊണ്ട് മൊമെൻറ്റം കൃത്യമായി കിട്ടിയില്ല. ഇനി അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടിയപ്പോൾ വേവ് ലെങ്ത് പ്രിസൈസ് ആയിട്ട് കിട്ടി. അതുകൊണ്ട് പിന്നെ മൊമെൻറ്റം കൃത്യമായിട്ട് കിട്ടി അല്ലേ. ലാംഡ ഈക്വൽ എച്ച് ബൈ പി അല്ലേ. അതുകൊണ്ട് പി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ, മൊമെൻറ്റം വളരെ പ്രിസൈസ് ആയിട്ട് കിട്ടി. പക്ഷേ അതേസമയം എന്ത് ചെയ്തു, ഇതിൻ്റെ വിഡ്ത്ത് ഒരുപാട് കൂടിയതുകൊണ്ട് പാർട്ടിക്കിൾ ഇവിടെ ആവാം. അതുകൊണ്ട് പൊസിഷൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീർപ്പ് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ മൊമെൻറ്റം ക്ലിയർ ആയപ്പോൾ പൊസിഷൻ ക്ലിയർ ആയില്ല അല്ലേ. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണെന്ത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 അല്ലേ. ബോത്ത് ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ കനോട്ട് ബി ഡിറ്റർമൈൻഡ് സൈമൾട്ടേനിയസ്ലി എന്നുള്ളതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അതുപോലെ നമുക്ക് എന്തുണ്ട്, എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്. അതും എന്താണ്, ഡെൽറ്റ ഐ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 എന്നുള്ളത്. രണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അല്ലേ. ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പിന്നെ എന്താ പറയുക വിശദമായിട്ട് പഠിച്ചതുകൊണ്ട് നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോവുക ചെയ്യാം. ഒരു പിന്നെ ഫ്രീ പാർട്ടിക്കിൾ വേവ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. വേവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാലോ അല്ലേ. അതായത് പിന്നെ ആദ്യം നമുക്ക് വേവ് ഫംഗ്ഷൻ എന്ന് പറയാം അല്ലേ. എന്താണ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് അല്ലേ. ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം, അതിനെയാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പം പിന്നീട് നമ്മൾ പറഞ്ഞത് വേവ് ഫംഗ്ഷൻ ഹാസ് നോ ഡയറക്റ്റ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ അതുപോലെ നമ്മളതിനെ ഡയറക്റ്റ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇറ്റ് മേ ബി -1 sin kx അങ്ങനെയൊക്കെ ആവാം അല്ലേ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് നെഗറ്റീവ് ആയതുകൊണ്ട് പ്രോബബിലിറ്റി നെഗറ്റീവ് ആകാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞതാണ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് നെഗറ്റീവ് ആയതുകൊണ്ട് പ്രോബബിലിറ്റി നെഗറ്റീവ് എന്നുള്ളൊരു അർത്ഥം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അത് വാലിഡ് അല്ല അല്ലേ. പ്രോബബിലിറ്റി ഒരിക്കലും നെഗറ്റീവ് ആവില്ല. പ്രോബബിലിറ്റി വിൽ ബി ആൾവേസ് ലൈയിങ് ബിറ്റ്വീൻ 0 and 1 അല്ലേ. പ്രോബബിലിറ്റി ആൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അതുകൊണ്ട് വേവ് ഫംഗ്ഷൻ ഹാസ് നോ ഡയറക്റ്റ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു. ശേഷം നമ്മൾ വേവ് ഫംഗ്ഷൻ്റെ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ പറഞ്ഞു അല്ലേ. വേവ് ഫംഗ്ഷൻ ഷുഡ് ബി പിന്നെ കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് എന്ന് പറഞ്ഞു അല്ലേ. വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് അല്ലേ. വേവ് ഫംഗ്ഷൻ്റെ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻസ് ആണ്. രണ്ടാമത് പറഞ്ഞത് ഡെറിവേറ്റീവ് ഓഫ് വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഡോസ് ഐ ബൈ ഡോ എക്സ്, ഡോസ് ഐ ബൈ ഡോ വൈ തുടങ്ങിയ ക്വാണ്ടിറ്റീസ് മസ്റ്റ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് നോർമലൈസേഷൻ കണ്ടീഷനാണ് അല്ലേ. ആസ് എക്സ് വൈ ഓർ സെഡ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി സൈ ടെൻസ് ടു 0 അല്ലേ. പിന്നെ നോർമലൈസേഷൻ പറഞ്ഞു തന്നായിരുന്നു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി മോഡ് psi square dx will be equal to 1 always അല്ലേ. ഫോർ എ റിയൽ പാർട്ടിക്കിൾ
ദ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓൾ ഓവർ ദ സ്പേസ് വിൽ ബി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്താണ് മോഡ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? മോഡ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈ സ്റ്റാർ സൈ ആണ് അല്ലേ, സൈ സ്റ്റാർ സൈ ആണ്. ഇറ്റ് വിൽ ബി ആൾവേസ് പോസിറ്റീവ് അല്ലേ. അതുകൊണ്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ബിറ്റ്വീൻ x1 ആൻഡ് x2 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x1 ടു x2 സൈ സ്റ്റാർ സൈ ഡി എക്സ് അല്ലേ. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? മോഡ് സൈ സ്ക്വയർ എന്ന് പറയാം അല്ലേ, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ശ്രോഡിംഗേഴ്സ് ഇക്വേഷനിലേക്ക് വരാം. സൈ ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഇ ടി മൈനസ് പി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രീ പാർട്ടിക്കിളിനെ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഫ്രീ പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷനാണ്. ഓക്കെ ഓക്കെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന എനർജി ഈ ഉള്ളൊരു പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷനാണ് സൈ ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഇ ടി മൈനസ് പി എക്സ്. നമ്മൾ ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്തു? നമ്മൾ എനർജി മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ് ഒബ്റ്റെയിൻ ചെയ്തു അല്ലേ. എങ്ങനെയൊക്കെ ആയിരുന്നു ഇത്? നമ്മൾ ഒരു പ്രാവശ്യം എന്ത് ചെയ്തു? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തു അല്ലേ. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടു അല്ലേ. അങ്ങനെ കണ്ടിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? പി സ്ക്വയർ സൈ കണ്ടു. എന്നിട്ട് അതിനകത്ത് നിന്ന് മൊമെൻറ്റത്തിൻ്റെ ഒരു ഓപ്പറേറ്റർ ഉണ്ടാക്കി അല്ലേ. എന്താ കിട്ടിയത്? മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് എന്ന് കിട്ടി അല്ലേ. ഇതൊന്നും ഞാൻ ചെയ്യില്ല, നമ്മൾ ആൾറെഡി ചെയ്ത കാര്യങ്ങളായതുകൊണ്ട്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ നോട്ട് എടുക്കുക, അതിനകത്ത് ഇത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. 5th സെമ്മിൻ്റെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ നോട്ട് എടുക്കുക, അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പി ഈക്വൽ ടു മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ആണ് എനർജി മൊമെൻറ്റം ഓപ്പറേറ്റർ. അതുപോലെ നമ്മൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എനർജി ഓപ്പറേറ്റർ കിട്ടും. ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് എനർജി ഓപ്പറേറ്റർ. മൊമെൻറ്റം ഓപ്പറേറ്റർ മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ആണ്. ഇത് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ആണ്. ഓക്കെ, ശേഷം നമ്മൾ ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തേ? എനർജി ഓഫ് എ പാർട്ടിക്കിൾ, ടോട്ടൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി വി ആണ്. ഓക്കെ, അങ്ങനെ ആകുമ്പം നമുക്ക് എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ബൈ 2m ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വി ആണ്. ഇനി ഇതിനെന്ത് ചെയ്യുക? നമ്മൾ സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ റെസ്പെക്റ്റീവ് ഓപ്പറേറ്റേഴ്സിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? ഈ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ആണ് അല്ലേ. ഇനി ഇവിടെ സൈ ഉണ്ട് ഈക്വൽ ടു പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ എന്ന് വരും അല്ലേ. ഇൻറ്റു പിന്നെ ഒരു സെക്കൻഡേ, പി എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് അല്ലേ. അപ്പോൾ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m എന്ന് വരും ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി സൈ എന്ന് വരും അല്ലേ. ഇതിനെയാണ് നമ്മൾ ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അതായത് ടോട്ടൽ എനർജി ഇക്വേഷൻ എഴുതുക, അതിനകത്ത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിനകത്ത് എന്ത് ചെയ്യുക? സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ അതിൻ്റെ ഓപ്പറേറ്റേഴ്സിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. എനർജി ഓപ്പറേറ്ററിനെ കൊണ്ടും മൊമെൻ്റ് ഓപ്പറേറ്ററിനെ കൊണ്ട് റീപ്ലേസ് ചെയ്തു. പിക്ക് പകരം മൈനസ് എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് കൊടുത്താൽ പി സ്ക്വയർ, ഇതിനകത്ത് നിന്ന് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരിക? ഇതിനെ സ്ക്വയർ ചെയ്ത് തന്നിട്ട് മൈനസ് പോവും അല്ലേ. പിന്നെ ഐ സ്ക്വയർ വരും, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. പിന്നെ എച്ച് ക്രോസിൻ്റെ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ആണ്. മറ്റൊരു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയറും വരും. അപ്പോൾ അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനെയാണ് നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിലും അറിയണം. ഓക്കെ, പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ടൈം ഇൻഡിപെൻഡൻറ്റ് ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്തു അല്ലേ. അതായത് പൊട്ടൻഷ്യൽ എനർജി വി വിൽ നോട്ട് ബി ആൾവേസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ടൈം അല്ലേ. ഇഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ടൈം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ ഒന്നുകൂടിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സൈ ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഇ ടി മൈനസ് പി എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ക്വാണ്ടിറ്റിയെ, ഈ വേവ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു? ടൈം പാർട്ടായിട്ടും സ്പേസ് പാർട്ടായിട്ടും പിന്നെ സെപ്പറേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എ റൈസ് ടു
minus I by h cross into et into e raised to ipx by h cross എന്ന് എഴുതാം അല്ലേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. e raised to minus I by h cross into et അല്ലേ, ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ബൈ ക്രോസ് ഇൻറ്റു മൈനസ് പി എക്സ് എന്ന് പറഞ്ഞാൽ ഐ പി എക്സ് ബൈ എച്ച് ക്രോസ് എന്ന് പറയും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ്, ഇതിനകത്ത് ഒരു സെക്കൻഡ്, ഈ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ടിനകത്ത് ടൈം കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനി എ ഇ റൈസ് ടു ഐ പി എക്സ് ബൈ എച്ച് ക്രോസ് എന്നതിനകത്ത് എന്താ പൊസിഷൻ ഡിപ്പെൻഡൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പൊസിഷൻ ഡിപ്പെൻഡൻസും ടൈം ഡിപ്പെൻഡൻസും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ശേഷം നമ്മൾ ചെയ്തത് സൈ ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു, ഇ റൈസ് ടു minus I by h cross into e t into a e raised to I p x minus ഇല്ല കേട്ടോ, e raised to I p x by h cross കൊടുത്തു. എന്നിട്ട് ഇതിനെ നമ്മൾ സൈ 0 എന്ന ക്വാണ്ടിറ്റീനെ കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഇപ്പോൾ പൊസിഷൻ ഡിപ്പെൻഡൻസ് മുഴുവൻ സൈ 0 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ട് അല്ലേ. ഇവിടെ എന്തേ ഉള്ളൂ, ടൈം ഡിപ്പെൻഡൻസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സൈ ഈക്വൽ ടു സൈ 0 ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഇ ടി എന്നെഴുതി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ പിന്നെ നമ്മുടെ സാധാരണ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക അല്ലേ. എന്തായിരുന്നു, ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി സൈ എന്നുള്ള ഇക്വേഷനകത്ത് നമ്മൾ സൈക്ക് പകരം ഇതിട്ട് കൊടുക്കുക അല്ലേ. അതായത് സൈ ഈക്വൽ ടു സൈ 0 ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഇ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്ത് ഡോ ബൈ ഡോ ടി നമ്മൾ ചെയ്യും. ഈ ഭാഗത്തുള്ള ഡോ ബൈ ഡോ ടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഇ ടി എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ പോവും അല്ലേ. പിന്നെ സൈ 0 മാത്രമായിട്ട് വരും. അങ്ങനെ ആ ടൈം പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാം. അതൊക്കെ നിങ്ങൾ സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഡോ സൈ ബൈ ഡോ ടി കാണുക, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ കാണുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇ റൈസ് ടു മൈനസ് ഐ ബൈ എക്സ് ക്രോസ് ഇൻറ്റു ഇ ടിനെ കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഒരു ഇക്വേഷൻ കിട്ടും. എന്താണത്, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഡി സ്ക്വയർ സൈ 0 ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി സൈ 0 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതിനെയാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഫോം ഓഫ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അല്ലെങ്കിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് എന്ന് പോകുന്നത് അല്ലേ. ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ഫോം ഓഫ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതിനകത്ത് നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് സൈ 0 എന്നുള്ളത് സൈ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. നമുക്ക് മനസ്സിലായാൽ മതി സൈക്ക് ടൈം ഡിപ്പെൻഡൻസ് ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇതിനാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഫോം ഓഫ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തേക്ക്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് 1 ഡയമെൻഷണൽ ബോക്സ്, പിന്നെ അതുപോലെ 2 ഡയമെൻഷണൽ ബോക്സ്, പിന്നെ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ, സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.